welcome back to Richie's ഓക്കെ ഗായ്സ്, ഇന്ന് ഞാനും പ്രാണും റിയയും കൂടി നാട്ടിൽ പോവാണ്. ഒരു കുഞ്ഞ് വെക്കേഷന് വേണ്ടിയിട്ട് പോവാം. പ്രവീൺ വരുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവീണിന് ജോലി മാറിയല്ലോ. സോ ഉടനെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രവീൺ വരുന്നില്ല. ഞങ്ങൾ മൂന്നാള് മാത്രം പോവാണ്. നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. അത് എന്താണെന്നുള്ളതൊക്കെ നാട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവാണ് ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ 2-3 ദിവസത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ കുറേ ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വരും. മന്തൊന്നുമില്ല, ഫ്യൂ ഡേയ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. ഓ ഗൈസ്, ഭയങ്കര തിരക്ക് ഗൈസ്. ചെക്കിങ് ഉണ്ട് അവിടെ. അയ്യോ. സോ ഗൈസ്, നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നിന്ന് ഭയങ്കര ശോകമായിരുന്നു. അങ്ങനെ ഇപ്പം എല്ലാം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഗേറ്റ് നമ്പറിലോട്ട് പോവാണ്. ഇൻ ബിറ്റ്വീൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ ഗേറ്റ് നമ്പറിലോട്ട് പോവാണ് ഗൈസ്. ഗേറ്റ് നമ്പർ തപ്പി നടക്കുകയാണ് ഗൈസ്. ബി ഇങ്ങോട്ട് റിയ കൂടെ വരണേ. ബി ഗേറ്റ് നമ്പർ B24. Ria? Access checking. ഗൈസ്, ഞങ്ങൾ ഗേറ്റിലോട്ട് എത്തിയിട്ട് നമുക്ക് പാക്കലാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഗേറ്റ് നമ്പറിൽ വന്ന് ഇരുന്നു. ഓക്കെ, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മുടി? ഇന്നലെ ചെയ്ത് കിടന്നുറങ്ങിയപ്പം അവർ കേളിയാക്കി തന്നതൊക്കെ പോയി. പക്ഷെ എന്നാലും കൊള്ളാമല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്താ? ഇനിയൊന്നുമില്ല. പ്രവീൺ പോയി. ഞങ്ങൾ മാത്രം നാട്ടിലേക്ക് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട്. എന്തിനാ നാട്ടിൽ പോകുന്നതെന്നൊക്കെ നാട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ. എനിക്കെൻ്റെ മുടി ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ അത് ഒരു കുളി കഴിയുമ്പോഴത്തേന് ഈ സംഭവങ്ങളൊക്കെ പോകും. പക്ഷെ അതുവരെ നമുക്കിങ്ങനെ ആഘോഷിക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരട്ടെ സമയമാകുമ്പോഴത്തേനും. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റിലായിട്ട് കയറാൻ പോവാണ് ഗൈസ്. റിയ ഭയങ്കര തുള്ളിച്ചാടി പോകുന്നുണ്ട്. റിയ എങ്ങോട്ട് നോക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് എത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഫുള്ള് നടപ്പ് മാത്രമേ നടന്നിട്ടേ ഉള്ളൂ. എന്നാലും ആ നടപ്പ് നടക്കാൻ കൊള്ളാം. എന്നാലും ഇടയ്ക്ക് കാല് ഒക്കെ ഒന്ന് വേദനിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കൊള്ളാം. ഓക്കെ, ഫ്ലൈറ്റിൽ എനിക്ക് അറിയില്ല തിരക്കുണ്ടോ. അധികം വലിയ തിരക്കൊന്നുമില്ല, വലിയ റഷ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ്. ഓക്കെ ഗൈസ്, ഇത് ഞങ്ങളുടെ 3 ആളുടെയും കാലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബില്ലോ. ഗൈസ്, ഞങ്ങൾ വലതുകാലം വെച്ച് ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള പരിപാടി കണ്ടവേ.
റിയ നശിപ്പിച്ചു. റിയ നശിപ്പിച്ചു. താങ്ക് യു. വലതുകാല് വെച്ച് അവൾ കയറിയില്ല ഗൈസ്, തെറ്റിപ്പോയി. നമ്മുടെ ഇത് 6 ആണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ദിസ് സൈഡ്. ഈ സൈഡാണ് ഗൈസ് ഞങ്ങളിരിക്കുന്നത്. ഇപ്പോഴാണ് അതെടുത്ത് മുകളിലോട്ട് വെച്ചോട്ടോ. ഇവിടെ 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 ഇവിടെയാണ് ഞങ്ങളിരിക്കുന്നത്. അതിങ്ങോട്ട് ഗൈസ് ഞങ്ങൾ സീറ്റിൽ കയറിയിരുന്നു. എല്ലാം സെറ്റിലായി. പ്ലാൻ ഇവിടെ അത്യാവശ്യമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷൂ റെഡിയാക്കുമായിരിക്കും. റിയ ആ ടാബുമായിട്ട് റെഡിയായിട്ട് കളിക്കാൻ. ഞാനിവിടെ 2 ആളുടെ നടക്കിയിരിപ്പുണ്ട്. അപ്പം എല്ലാം സെറ്റായി. നേരെ നാട്ടിൽ പോവാം. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പം ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം പോകുമ്പോഴും സന്തോഷം ഇല്ലെന്നല്ല കേട്ടോ, സന്തോഷമുണ്ട്. പക്ഷേ വി ആർ മിസ്സിങ് സംതിങ്. ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പിന്നെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കാണാം. ഓക്കെ. ഇവിടെ എത്തി ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലഗേജൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ലഗേജൊക്കെ കിട്ടി ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഗൈസ് മമ്മീനെ കാണാൻ പോവാണ് ഗൈസ്. എടാ അത് പോണ്. ഓക്കെ, അത് നോക്കിയാണ് മന്ദം നടന്ന് വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വാഷ്റൂമിൽ പോയി വന്നപ്പോഴേ കണ്ടു ബ്ലോക്ക്. അയ്യോ, മമ്മിയും പ്രാണും കൂടെ നോക്കി. ഫണ്ണി, വെരി ഫണ്ണി ഗൈസ്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടിയിൽ കയറാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളി മഴയാണ് ഗൈസ്. ഇവര് നമുക്ക് 2 വർഷം വിസ അടിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ 50 രൂപ അവർ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പകുതി കണ്ടാൽ മനസ്സിലാത്ത പോകില്ല. അതിനകത്ത് എല്ലാവരും ഉണ്ട്. ഉള്ള ദൈവങ്ങളുടെ എല്ലാവരുടെ തല വെട്ടി ദൈവയുടെ തുറന്നോട്ട് വെച്ചേക്കോ. ഞാൻ നമ്മൾ കാണിച്ചു തരാം. ഉണ്ടായിരുന്നു, താഴെ എഴുതിയിട്ടുണ്ട് എന്തോ സാധനം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ചിന്നൂസിൽ വന്നിരിക്കുകയാണ്.
എങ്ങനെ ഉണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ് ഗൈസ്. കിട്ടിയ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറുകയാണ് ഗൈസ്. ചപ്പാത്തി, കാന്താരി, ഫിഷ്, കപ്പ, അപ്പം, നൂഡിൽസും ചിക്കൻ സോസാണ്. കപ്പ രാത്രി ആയതുകൊണ്ടാണ് കപ്പ. കാന്താരിക്ക് എരിവില്ലല്ലോ അല്ലേ? ഭയങ്കര എരിവായിരുന്നു. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തി. ഭയങ്കരമായിട്ടും ലേറ്റായി. കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ വണ്ടി ഓടിച്ച് പയ്യൻ ഇടയ്ക്ക് ഉറക്കം വന്നു. അപ്പം വണ്ടി കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ടു. പിന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ നമ്മളിവിടെ എത്തി. ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രഷായി. ഇപ്പോൾ കിടക്കാനുള്ള പരിപാടിയാണ്. മമ്മി ഓൾറെഡി കിടന്നു. പ്രാൺ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം ഇപ്പം 1:15 ഗൈസ്. 1:15 വെളുപ്പങ്കാലമായി. ഓക്കെ. അപ്പോൾ ഡാഡി ഇല്ലാത്ത വീട്ടിൽ ആദ്യമായിട്ടാണ്. ഡാഡി മരിച്ച സമയത്ത് വന്നായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒരു വല്ലാത്തൊരു ഫീലാണ്. ഡാഡി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് തന്നെയാണ് ഗൈസ്. വല്ലാത്തൊരു സൈലൻറ്റ് ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ പുറത്തോട്ടെൻ്റെ ആ ഒരു ഫീലിംഗ് ഞാൻ എടുത്തില്ല. ഒരു മിക്സ്ഡ് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഗേറ്റ് കടന്ന് വന്ന് വീട്ടിനകത്തോട്ട് കയറിയപ്പം ഡാഡി ഇല്ല എന്നുള്ള ഒരു എന്തോ എനിക്കറിയത്തില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്നുള്ളത്. ഓക്കെ. അപ്പം ഡാഡി യൂസ് ചെയ്ത റൂം തന്നെയാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇനി മുതൽ അങ്ങനെയായിരിക്കും. വെക്കേഷൻ വരുന്ന സമയത്ത് ഡാഡി കിടന്നുകൊണ്ടിരുന്ന റൂമായിരിക്കും എൻ്റെ റൂമായിട്ട് ഞാൻ എടുക്കാൻ പോണത്. ഓക്കെ. പിന്നെന്താ, ഇനി വേറെ ഒന്നുമില്ല. അപ്പം കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ ഡാഡീൻ്റെ അടുത്ത് പോകണം. രാവിലെ അല്ല, എപ്പോഴാണ് ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതനുസരിച്ച് പ്ലാൻ ചെയ്ത് നാളെ തന്നെ എന്തായാലും ഡാഡീനെ കാണാൻ പോകണം. അങ്ങനത്തെ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി നാട്ടിലത്തെ കുറേ വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്. സോ ഗൈസ്, വൈൻഡപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഡാഡീനെ കാണാൻ പോകുന്നതും നമുക്കൊരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം. കാരണം നമ്മൾ വേറെ എവിടെയും പോകുന്നില്ലായിരുന്നു. ഡാഡിയുടെ അടുത്ത് മാത്രമായിട്ടായിരുന്നു പിറ്റേ ദിവസം പോയത്. സോ അതും കൂടി ഈ ഒരു വീഡിയോയിലും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഡാഡീനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ പള്ളിയിലൊക്കെ എത്തിയപ്പം പള്ളിയിൽ ഓൾറെഡി പ്രെയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറിയില്ല. ജസ്റ്റ് ഡാഡിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. എല്ലാവരും മെഴുകുതിരി കത്തിച്ചു കേട്ടോ. Put my tail.
അതങ്ങനെ വെച്ചാൽ മതി പ്രാൺ, അതിരിക്കും. സ്റ്റാൻഡ് ഉള്ളതല്ലേ. മമ്മിക്ക് കൊടുക്കേ.